വിദേശകാര്യ രംഗങ്ങൾ മുഴുവൻ തന്നെ, അതായത് ഇത്തരമൊരു യുദ്ധം വരുമ്പോൾ ഉണ്ടാകുന്ന ആഗോളതലത്തിലുണ്ടാകുന്ന വാണിജ്യ പ്രതിസന്ധികൾ, അതിനകത്ത് ട്രംപിൻ്റെ ഇടപെടലുകൾ, ഇവയെല്ലാം തന്നെ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ലോകം കാണുന്നത്. എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇടപെടൽ ഉടനടി നടക്കുവാൻ വേണ്ടിയുള്ള സാധ്യതകൾ അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? നമ്മളിപ്പോ ഇന്നലെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഇറാൻ പറഞ്ഞു ഒരു വെടിനിർത്തലിന് ഇറാൻ തയ്യാറല്ല എന്നാണ് ആദ്യം ഇറാൻ പറഞ്ഞത്. പക്ഷെ പിന്നീട് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രാച്ചിയുടെ ഒരു എക്സിൽ ഒരു പോസ്റ്റ് വരികയാണ്. പിന്നെ അതിൻ്റെ അകത്ത് പറയുന്നത് ട്രംപിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടാണ്. ഒരു ട്രംപിന്റെ ഇടപെടൽ ആവശ്യപ്പെടുന്നത് പോലെയുള്ള ഒരു കുറിപ്പായിരുന്നു വിദേശകാര്യമന്ത്രി ഇട്ടത്. അതായത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അടക്കി നിർത്താനായിട്ട് ട്രംപിന് കഴിയും. എന്നിട്ട് അതിൽ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്ത വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിലെ ഖത്തർ, ഒമാൻ തുടങ്ങിയവയോട് ഇറാൻ അഭ്യർത്ഥിച്ചു ഈ വെടിനിർത്തലിന് വേണ്ടിയിട്ട് ഇടപെടാൻ ട്രംപിന് സമ്മർദ്ദം ചെലുത്തണം എന്ന് അഭ്യർത്ഥിച്ചു എന്നൊക്കെയാണ് ഇന്നലെ വന്ന വാർത്തകൾ. അപ്പോൾ അങ്ങനെ അഭ്യർത്ഥിക്കുമ്പോൾ ഇറാൻ ഒരു വാഗ്ദാനം കൂടെ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ ആണവ കരാർ ചർച്ച, അമേരിക്കയുമായിട്ടുള്ള ആണവ കരാർ ചർച്ചയിൽ എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയാകാം എന്ന രീതിയിലുള്ള ഒരു വാഗ്ദാനം കൂടി ഇറാൻ മുന്നോട്ട് വെച്ചു എന്നാണ് ഇന്നലെ ഈ അബ്ബാസ് അഗ്രാച്ചിയുടെ പോസ്റ്റിനെ പറ്റിയിട്ടുള്ള വാർത്തയിൽ റോയിട്ടേഴ്സ് പറഞ്ഞത്. പക്ഷെ അതിനുശേഷമാണ് ഇപ്പോൾ ട്രംപിന്റെ ഒരു അന്ത്യശാസനം ടെഹ്റാൻ ഇമ്മീഡിയറ്റ്ലി ഉടനെ തന്നെ ടെഹ്റാൻ ഒഴിയണം എന്ന് പറഞ്ഞിട്ട് ട്രംപിന്റെ ഒരു അന്ത്യശാസനം പോലെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ട്രംപ് ഇടപെടുമോ, എന്ത് അച്ചീവ് ചെയ്യാനാണ് ഈ ഇസ്രയേൽ അല്ലെങ്കിൽ ട്രംപ് ശ്രമിക്കുന്നതെന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇസ്രയേൽ പറയുന്നത് അവരുടെ ആണവശേഷിയും മിസൈൽ ശേഷിയും പൂർണ്ണമായും നശിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞതുപോലെ നടക്കുന്ന കാര്യമല്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഇറാന്റെ ആണവ നിലയങ്ങളിൽ പലതും ഭൂഗർഭത്തിനുള്ളിലാണ്. ഇപ്പോൾ തന്നെ ഈ നഥാൻസും ഫോർദോയിലൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയുന്നത് നഥാൻസിന്റെ ഉപരിതലത്തിലുള്ള ഭാഗങ്ങളാണ് ഇസ്രയേലിനെ തകർക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇസ്രയേലിനെ ഇറാന്റെ ആണവശേഷി പൂർണ്ണമായി നശിപ്പിക്കുക എന്നുള്ളത് ഏതാണ്ട് അസാധ്യമായ കാര്യവുമാണ്. കാരണം ഇറാന്റെ ഭൂപ്രകൃതി, ഇറാന്റെ ഈ പാറക്കെട്ടുകൾ, ഇത്തരം മലനിരകളുടെ പാറക്കെട്ടുകളുടെ അടിയിൽ മീറ്ററുകൾ താഴെയുള്ള എൻറിച്ച്മെന്റ് പ്ലാന്റ്. അപ്പോൾ ഇത് തകർക്കണമെങ്കിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വേണമെന്നാണ് നമ്മൾ വായിച്ചത് വിദഗ്ധരുടെ അഭിപ്രായം. ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളിൽ ഏറ്റവും ശേഷിയുള്ള ബോംബ് എന്ന് പറയുന്നത് അമേരിക്കയുടെ GBU-57 ആണ്. അപ്പോൾ ഈ GBU-57 അമേരിക്ക കൊടുക്കണം. അത് മാത്രമല്ല, ഈ GBU-57 പോലും തകർക്കാൻ പറ്റാത്ത അത്ര ആഴത്തിലാണ് നഥാൻസിലെ എൻറിച്ച്മെന്റ് പ്ലാന്റ് എന്നാണ് ഇക്കോണമിസ്റ്റ് വാരികയൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അത് മാത്രമല്ല, ഇറാനിൽ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഇറാന് സ്വന്തമായി യുറേനിയം അയിരുള്ള രാജ്യമാണ്. പിന്നെ ഇത്രയും വർഷങ്ങളായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉള്ള വിദഗ്ധരായിട്ടുള്ള ആണവ ശാസ്ത്രജ്ഞരുണ്ട്. അതുകൊണ്ടാണ് ഈ ആണവ ശാസ്ത്രജ്ഞരെ ഇസ്രയേൽ ലക്ഷ്യം വെക്കുന്നത്. അവരെ കൊന്നുകളയുക എന്നുള്ളത് ഇസ്രയേൽ ഒരു അജണ്ടയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ആണവ സാങ്കേതിക വിദ്യ 9 ആണവ ശാസ്ത്രജ്ഞരെ വകവരുത്തി എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഒപ്പം തന്നെ ഇസ്രായേലിന്റെ സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ, പക്ഷേ സിസി സൂചിപ്പിച്ച പോലെ പൂർണ്ണമായിട്ടും ഇറാനെ ആണവ നിരായുധീകരണം നടത്താനുള്ള ഒരു ശേഷി ഇസ്രായേലിന് ഈ ആക്രമണത്തിലൂടെ നടത്താൻ കഴിയുമോ എന്ന് ഇപ്പോഴും ഉറപ്പിച്ചു പറയാനും പറ്റില്ല. ഇറാന്റെ നേരത്തെ സിസി സൂചിപ്പിച്ച പോലെ ഇറാന്റെ ഭൂപ്രകൃതിയും രീതികളും എല്ലാം വെച്ച് നോക്കുമ്പോൾ ബങ്കറുകളിലുള്ള ആണവ ഊർജ്ജ പ്ലാന്റുകളൊക്കെ തകർക്കുന്നതിനകത്ത് ഇസ്രായേലിന്റെ ബോംബുകൾക്ക് സാധ്യമാകാത്ത ഒരു സാഹചര്യമുണ്ട്. എങ്കിൽ തന്നെയും ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഇറാൻ ആണവ ശക്തിയായി ഉയരുന്നത് പ്രധാന അയൽരാജ്യമെന്ന നിലയിൽ അവർക്കുണ്ടാകുന്ന ആശങ്ക വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ തുടർ യുദ്ധങ്ങളിലേക്കായിരിക്കും ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആ ദൃശ്യങ്ങൾ കാണുമ്പോഴേ അറിയാം.